ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മോട്ടിവേഷണൽ ടോക്ക് ആയാലോ. കുറച്ച് ദിവസമായിട്ട് മോട്ടിവേഷൻ്റെ കുറേ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, സ്വയമായിട്ട് മോട്ടിവേറ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് അത് നിങ്ങളിലും കൂടി ഒന്ന് പകർന്നു തന്നാൽ അത് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അത് കാരണം കേട്ടോ ഇന്നും ഒരു മോട്ടിവേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാണ്, എല്ലാവർക്കും പ്രോബ്ലംസ്, ഒരുപാടുള്ള പ്രോബ്ലംസ്, ഇഷ്ടംമാതിരി പ്രോബ്ലംസ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ പ്രോബ്ലംസ് ഇല്ലാത്തവർ മനുഷ്യർ കുറവാണ്. അങ്ങനെ പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്വാമിജീനെ ഒരു ടോക്കിന് വേണ്ടി കുറച്ച് പേര് കൂടിയിട്ട് വിളിച്ചു. അവർക്ക് മോട്ടിവേഷൻ വേണമായിരുന്നു, അങ്ങനെ വിളിച്ചു. അപ്പോൾ സ്വാമിജി വന്നു, എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എല്ലാവരും ഡള്ളായിരിക്കുന്നല്ലോ, എന്ത് പറ്റി, എന്താ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ ജീവിതത്തിലെന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു, അതേ സ്വാമിജി, ഇഷ്ടംമാതിരി പ്രോബ്ലംസാണ്, ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊക്കെ ഈ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾക്കൊക്കെ മോചനം വേണം അല്ലേ. അപ്പോൾ പറഞ്ഞു, യെസ് സ്വാമിജി, ഈ പ്രോബ്ലംസ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തുകൂടി പാസ് ചെയ്തപ്പോൾ ഒരു 140-150 പേര് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കഴിയുന്നു. ആ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യെസ് സ്വാമിജി, പോകണം, ഞങ്ങൾക്കും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ആ ചർച്ചിൻ്റെ അടുത്ത് ഒരു ഗ്രേവ് യാർഡുണ്ട്, അവിടെ ഒരു 140-150 പേര് മണ്ണിൻ്റെ അടിയിൽ സുഖമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കഴിയുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങോട്ട് പോകണോ എന്ന് ചോദിച്ചു. ആരും ഒരു ഉത്തരവും പറഞ്ഞില്ല, എല്ലാവരും മോൻ താത്തിയിരുന്നു, ആർക്കും പോണ്ട. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇതാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പ്രോബ്ലംസ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ആ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നുള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും, ഇനിയിപ്പോൾ അത് അംബാനി ആയാലും കോടീശ്വരൻ ആയാലും അങ്ങേയറ്റത്തെ പാവപ്പെട്ടവനാണെങ്കിൽ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. അത് ചിലപ്പോൾ പൈസയുടെ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പം കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ പ്രോബ്ലം ആയിരിക്കും, കുട്ടികൾ ഉണ്ടായിട്ട് തലതിരിഞ്ഞു പോയ മക്കളുടെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ, രോഗങ്ങളായിരിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ. അങ്ങനെ എല്ലാ മനുഷ്യർക്കും പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരില്ല. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പ്രോബ്ലം ഉണ്ട്. അതിനൊരു അന്ത്യം വേണമെന്നുണ്ടെങ്കിൽ മരണമാണ് അതിൻ്റെ എൻഡ്. ഓക്കെ, അത് സ്വാമിജി പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നിട്ട് സ്വാമിജി പറഞ്ഞു, ഇതൊക്കെ പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം അല്ലേ. അപ്പോൾ അതിന് പ്രോബ്ലംസ് സൈഡിൽ കൂടി നടക്കും, മനുഷ്യർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളോട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിജി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം പ്രോബ്ലംസിൽ കൂടി പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, നമുക്ക് പ്രോബ്ലം ഉണ്ടോ, ഒരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അനലൈസ് ചെയ്യാം. പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ശരി പ്രോബ്ലം ഉണ്ട്, ഓക്കെ ഫൈൻ, ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ടത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചിന്തിക്കുക. അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയത് നമ്മുടെ തല പുണ്ണാക്കണ്ട. നമ്മൾ അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി, നമ്മുടെ പ്രോബ്ലംസ് മാറിക്കിട്ടും ഇല്ലേ. ഇനി അതിന് സൊല്യൂഷൻ ഇല്ലെങ്കിലും വറി ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മുടെ കയ്യിലില്ല അതിൻ്റെ സൊല്യൂഷൻ. നമ്മുടെ കയ്യിലില്ലാത്തൊരു സൊല്യൂഷൻ നമ്മൾ വറി ചെയ്ത് തല പുണ്ണാക്കിയിട്ട് എന്താ കാര്യം. അപ്പം അതിനെ വിട്ടേക്കുക, അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മുടെ കയ്യിലില്ലാത്ത സൊല്യൂഷനെ പറ്റി നമ്മൾ അധികം വറി ചെയ്യാൻ പാടില്ല. ഇനി ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറേ ആശ്വാസം നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. ഇനിയും ഇതിനകത്ത് നമ്മൾ അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം
നമുക്ക് ജനനോ മരണോ നമ്മുടെ കയ്യിലല്ല. നമുക്ക് ജനിച്ചപ്പോൾ നമ്മുടെ പേരൻസിനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അംബാനിയുടെ വീട്ടിൽ ജനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ജനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നയാളുടെ വീട്ടിൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. നമ്മൾക്ക് ആ ചോയ്സ് ദൈവം തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യാൻ, കണ്ണ്, മൂക്ക്, കളറ്, ഇതൊന്നും ഡിസൈഡ് ചെയ്യാനുള്ള ചോയ്സ് തന്നിട്ടില്ല. വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്. നമുക്ക് അതിനൊരു ചോയ്സും ഇല്ല. അപ്പം മരണത്തിന് ചോയ്സ് ഉണ്ടോ? നമുക്ക് മരണത്തിനും ചോയ്സ് ഇല്ല. അപ്പം നിങ്ങൾ പറയും ആത്മഹത്യ അതൊക്കെ അറിയാലോ. ഇറ്റ് ഇസ് നോട്ട് ലീഗൽ. ആത്മഹത്യ ഇസ് നോട്ട് ലീഗൽ അല്ലേ? പിന്നെ അത് വേറൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഈ ജനനവും മരണവും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മൾ ഈ ജീവിക്കുന്ന ഇതിനിടയ്ക്കുള്ള സമയമുണ്ടല്ലോ, ഹൗ വി യൂട്ടിലൈസ് ഇറ്റ്, വാട്ട് ചോയ്സസ് വി മേക്ക് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. വാട്ട് വി ഫൈനലി ബിക്കം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് അപ്പോഴാണ്. ലൈക്ക് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവുമോ, ഫെയിലിയർ ആവുമോ, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ദ ചോയ്സസ്, ദ റോഡ് വിച്ച് വി ചൂസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലും നമുക്ക് എല്ലാ സമയം മനുഷ്യരാണ്, തെറ്റ് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോളിഡ് തെറ്റുകൾ പറ്റും ചിലപ്പം. പക്ഷേ ആ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള വിവേകം വേണം. മനസ്സിലായോ? അതിന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലൊരു കറേജ് വേണം. എന്നാൽ ചിലവർക്ക് അത് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ പോവും. അത് തെറ്റാണത്. അങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും തെറ്റുകളിലോട്ടേ പോവുള്ളൂ. പക്ഷെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ അതിന് തിരുത്താനായിട്ട് റെഡിയാണെങ്കിൽ നമ്മളെ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നമ്മുടെ ചോയ്സസ് റൈറ്റ് ആക്കുക. ഇനി ചോയ്സസ് റൈറ്റ് ആക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോയ്സ് റൈറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് എജിറ്റേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോസ് നമ്മളെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ദേഷ്യം കൂടുതൽ വരും. നമ്മളത് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ മുമ്പിൽ അത് വെന്റ് ഔട്ട് ചെയ്യും. എന്താ പറയുന്നത്, എല്ലാം ഫ്രസ്ട്രേഷനും നമ്മൾ തീർക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് തീർക്കാൻ പറ്റുന്ന ആൾക്കാരുടെ പുറത്തൊക്കെ തീർക്കും അല്ലേ? അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ അടുത്തൊരു ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്താ പറ്റുന്നത്, ഇതൊരു ഇങ്ങനെ കണക്റ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസിന് സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ആ പ്രോബ്ലംസ് വരുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ മനസ്സിൽ മുഴുവൻ നെഗറ്റിവിറ്റിയും കൊണ്ടങ്ങ് നിറഞ്ഞ് ഇരിക്കുകയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തിക്കുന്ന എല്ലാം ചീത്ത കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് എങ്ങനെയാണെന്നറിയോ, ഈ വെള്ളം ഒഴുകി വരുന്ന പോലെയാണ്. വെള്ളം താഴോട്ടല്ലേ ഒഴുകത്തുള്ളൂ, മുകളിലോട്ട് ഒഴുകുന്ന കണ്ടിട്ടുണ്ടോ? എപ്പോഴും വെള്ളം താഴോട്ടാണ് ഒഴുകുന്നത്, ഗ്രാവിറ്റി അനുസരിച്ചാണ് വരുന്നത്. പക്ഷേ അതിനൊന്ന് വെള്ളം മുകളിലോട്ട് പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോട്ടർ വെച്ച് അതിനെ മുകളിലോട്ട് ആ എനർജി കൊടുത്ത്, ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമ്മളതിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് ആക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഈ മനസ്സ് ഭയങ്കരമായിട്ട് അജിറ്റേറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ മനസ്സിൽ മൊത്തം വരുന്നത്. അത് നമ്മളെ അങ്ങ് കൂടുതലും അങ്ങ് ഡിപ്രഷനിലോട്ട് വിടും. നമുക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് പറ്റാണ്ട് ഉള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ കൂളാക്കി വെക്കാനായിട്ട്, അത്രയും അജിറ്റേഷനിൽ നമ്മൾ മനസ്സ് കൂളാക്കി വെക്കാനായിട്ടുള്ള ട്രെയിനിങ് വേണം. നമുക്ക് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം. ഇങ്ങനെ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, ബുക്കുകൾ വായിക്കുക, നല്ല നല്ല ആൾക്കാരുടെ ബുക്കുകൾ വായിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ്. പിന്നെ ചിലർക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് ദൈവമാണെങ്കിലും കുഴപ്പമില്ല, ഏത് മതമാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെ തന്നെ ദൈവത്തിനോട് സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ മനസ്സിനൊരു കാംനെസ് വരും. നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോഴോ ഒരു ആരാധനാലയത്തിൽ പോകുമ്പോഴോ നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് മനസ്സിനെ കാം ചെയ്ത് വെക്കാൻ പറ്റും കുറേ എക്സ്റ്റെൻഡ്. അപ്പം നമുക്ക് നമ്മുടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി കാമായിരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിന്.
അപ്പോൾ അതാ പറഞ്ഞ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 സാധനം കൊണ്ട് വെക്കുകയാണ്. ഒരു നല്ല കൂൾ തണുപ്പിച്ച പെപ്സി ബോട്ടിലും ഒരു തണുത്ത വാട്ടറിൻ്റെ സാധാ വാട്ടറും വെക്കുകയാണ്. നമ്മൾ മനുഷ്യർ ആദ്യം പോയി എടുക്കുന്ന ആ കൂൾ പെപ്സി ബോട്ടിലായിരിക്കും അല്ലെ, ചൂടത്തുനിന്ന് വരുവാന്ന് ഒന്ന് ആലോചിക്കുക. വേർത്ത് കുളിച്ചിരിക്കുകയാണ്, നമ്മൾ ആദ്യം പോയി എടുക്കുന്ന ആ തണുത്ത പെപ്സി ബോട്ടിലായിരിക്കും. എന്നിട്ട് മുടമുടാന്ന് കുടിക്കും. അത് കുടിക്കുന്നതിലല്ല പ്രശ്നം. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുലുക്കിയിട്ട് നമ്മളൊന്ന് തുറക്കാൻ ശ്രമിച്ചേ. കുലുക്കിയിട്ട് തുറക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഇത് ചീറ്റും വെളിയിലോട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഉള്ളപ്പം നമ്മൾ ഇതുപോലെ മനസ്സങ്ങ് അജിറ്റേറ്റഡ് ആണ്. അപ്പം നമ്മുടെ എനർജി മൊത്തം ഇങ്ങനെ ചീറ്റിക്കളയാണ്. ബാക്കിയുള്ളവരുടെ മുമ്പിലുള്ള ഫ്രസ്ട്രേഷനും എല്ലാം തീർത്ത് നമ്മൾ അതിനെ വെൻറ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ എനർജി നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട എനർജി മൊത്തം വേസ്റ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ആ തണുത്ത വെള്ളത്തിൻ്റെ കുപ്പിയാണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുലുക്കം വന്നാലും നമ്മളത് തുറക്കുമ്പോൾ അതിൽ നിന്ന് തണുത്ത വെള്ളമേ കിട്ടുള്ളൂ. അത് ചീറ്റാനും പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാ പറഞ്ഞത്, നമ്മുടെ മനസ്സും അതേപോലെ കൂളാക്കി നമ്മൾ ഒരു സാധാ കൂൾ ബോട്ടിൽ ഓഫ് വാട്ടർ പോലെ ഇരുന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കൊരു തിങ്ക് ചെയ്യാനായിട്ട്, നമുക്ക് ചോയ്സസ് എടുക്കാനായിട്ട് ഒരു മനസ്സ് നമ്മുടെ കൂളായിരിക്കും. മറ്റേത് അങ്ങനെ ആയിരിക്കില്ല. അപ്പം നമുക്ക് തന്നെ സെലക്ട് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണം. ഡു യു വോണ്ട് ടു ബിക്കം എ പെപ്സി ബോട്ടിൽ ഓർ ഡു യു വോണ്ട് ടു ബിക്കം എ കൂൾ ബോട്ടിൽ ഓഫ് വാട്ടർ? അത് നമ്മുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് വിട്ടുപോകും, റിലേ വിട്ടുപോകും, നമുക്ക് പിന്നെയും പഴയ പോലെ ആവാൻ തുടങ്ങും. പക്ഷേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഒരുപാട് എഫേർട്ട് വേണം നമുക്ക്. അത് ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. നമുക്ക് സുഖമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. എത്ര പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രോബ്ലംസ് വരും, അതിനുള്ള സൊല്യൂഷനും നമ്മൾ തന്നെ കണ്ടെത്തും. നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്കത് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും. നമ്മൾ വറി ചെയ്യത്തില്ല. നമുക്കിനി അത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ പ്രോബ്ലം എങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാനായിട്ടും പഠിക്കും. ബിക്കോസ് അതും നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ വറി ചെയ്യാണ്ട് നമ്മുടെ ജീവിതം നല്ലൊരു കൂൾ ബോട്ടിൽ ഓഫ് വാട്ടറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു മോട്ടിവേഷണൽ ടോക്ക്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇങ്ങനത്തെ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു തരാനാണ് എനിക്കിഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ കേൾക്കുന്ന കാരണം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടോ ഞാൻ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾക്കും കൂടി അത് ഉപകാരമാവുകയാണെങ്കിൽ നല്ലതല്ലേ, അത് കാരണമായിട്ടോ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് ഇനി ഇങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.